സെക്ടർ 36 നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റ് OTT റിലീസായ ആദിത്യ നിംബാൽക്കർ സംവിധാനം ചെയ്ത് വിക്രാന്ത് മാസി, ദീപക് ദോബ്രിയൽ തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ വന്ന ഈ ഹിന്ദി ക്രൈം ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഉത്തർപ്രദേശിലെ നോയിഡയ്ക്കടുത്ത് 2006 അവിടുത്തെ ചേരി പ്രദേശത്തു നിന്നും സ്ഥിരമായിട്ട് കുറേയധികം കുട്ടികൾ കാണാതെ പോകുന്നതും അതിന്റെ അന്വേഷണവുമാണ് ഈ പടത്തിന്റെ കഥ. ആക്ച്വലി ഇത് 2006 നടന്ന യഥാർത്ഥ സംഭവമായിട്ടുള്ള നോയിഡ സീരിയൽ മർഡേഴ്സിനെ ആസ്പദമാക്കി രചിച്ച ഒരു തിരക്കഥയാണ് ഈ പടത്തിനുള്ളത്. ബോധായൻ റോയ് ചൗധരിയാണ് കഥ ആൻഡ് ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് രാജേഷ് വെങ്കടേഷ് ആണ്. ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള, ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. ഇതിന്റെ കഥയും സത്യം പറഞ്ഞാൽ ഇതൊന്നും രണ്ടാമത് കാണാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കണം. ഒരു തവണയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ചുറ്റും നടക്കുന്ന അല്ലെങ്കിൽ നടന്ന സംഭവങ്ങളാണ്. നമ്മൾ ഈ കൊറിയൻ പടങ്ങളിലും ചില സൈക്കോ ത്രില്ലർ പടങ്ങളിലും കഥകളിലും മാത്രം നടക്കുന്നത് എന്ന് കരുതുന്നത് പോലെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട്. അതും നമ്മുടെ നാട്ടിൽ എന്നുള്ളത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പടം തിയേറ്ററിൽ റിലീസ് ചെയ്യാത്ത തന്നെ ഇതിന്റെ ഒരു കോണ്ടന്റ് കൊണ്ടാണ്. ഒരിക്കലും ഇതിന് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. സോ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, വളരെ റോ ആയിട്ടുള്ള, ഷോക്കിംഗ് ആയിട്ടുള്ള നിരവധി സീനുകളുള്ള ഒരു സിനിമയാണിത്. ബോളിവുഡിലെ ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള പടം എന്ന് പറഞ്ഞാലും തെറ്റില്ല. വിക്രാന്ത് മാസി ഇതിപ്പം 12th ഫെയിൽ പോലെയുള്ള നിരവധി സിനിമകളിൽ കിടിലൻ റോൾ ചെയ്ത് നമുക്ക് പ്രിയപ്പെട്ടവനായ നടനാണെങ്കിൽ ഈ പടം കണ്ടാൽ കക്ഷിയെ പലരും വെറുത്തു പോകും. അജാതി സൈക്കോ വില്ലൻ, അജാതി പെർഫോമൻസുമാണ്. ഒരു ഇൻട്രോഗേഷൻ സീനൊക്കെ ഉണ്ട്, ശരിക്കും ഞെട്ടിപ്പിക്കും കേട്ടോ. ഇപ്പോഴൊക്കെ എല്ലാ സൂപ്പർ സ്റ്റാർസും ചാലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് ഒക്കെ എടുക്കുമെങ്കിലും ഇതിലെ ചില ഡയലോഗ്സ് ഒക്കെ പറയാൻ ആരായാലും ഒന്ന് മടിക്കും, ഒന്ന് അറയ്ക്കും. സോ ഈ ഒരു റോൾ വേറെ ആരും അങ്ങനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി അത്രയും ഡയറിങ്ങും ബോൾഡും ആയതുകൊണ്ടാണ് ഈ റോള് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അത് വിക്രാന്ത് മാസിയുടെ ഒരു അഭിനയത്തോടുള്ള ഒരു ദാഹമാണ് എന്ന് വേണമെങ്കിൽ പറയാം. സച്ച് എ വേഴ്സറ്റൈൽ ആക്ടർ. 12th ഫെയിലിനും അവാർഡ് കൊടുക്കേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിനും കൊടുക്കേണ്ടതാണ്. ഷോക്കിംഗ് പെർഫോമൻസ് തന്നെ. അതിനൊപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്നതായിരുന്നു ഇതിലെ ഇൻസ്പെക്ടർ രാംചരൺ പാണ്ഡെ ആയിട്ട് വന്ന ദീപക് ദോബ്രിയലിന്റെ പ്രകടനവും. ആ ഒരു ക്യാരക്ടറിന് ഒരു ആർക്കുണ്ട്, ഒരു ക്യാരക്ടർ ആർക്കുണ്ട്. അത് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ടും ആൻഡ് ഭയങ്കര രസമായിട്ട് തന്നെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ പുള്ളി അത് കിടുവായിട്ട് തന്നെ അഭിനയിപ്പിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. ആക്ച്വലി പുള്ളി കൊമേഡിയൻ ആണ് കേട്ടോ. പക്ഷെ ഇതിൽ സീരിയസ് റോളിൽ ഗംഭീരമായിരുന്നു. ബൽബീർ സിംഗ് ബാസിയായിട്ട് വന്ന ആകാശ് ഖുറാനയും അതുപോലെ DCP ജവഹർ റസ്തോഗിയായിട്ട് വന്ന ദർശൻ ജറിവാല, പിന്നെ ആ 2 പോലീസുകാർ എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ഇനി ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ സൗരഭ് ഗോസ്വാമിയാണ് പടത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ശ്രീകർ പ്രസാദ് ആണ് ഈ സിനിമയുടെ എഡിറ്റിംഗ്. കേതൻ സോദരിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എടുത്തു പറയണം. സത്യത്തിൽ ഈ പടം അന്യായ പടമാണ്, ഗംഭീരമാണ്. പക്ഷേ എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നു. അത് കേട്ടിട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. ചില പടങ്ങൾ അങ്ങനെയാണ്. നമ്മളത് കണ്ടു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടില്ല, വളരെ ഡിപ്രസിംഗ് ആയിരിക്കും. ഒരു വല്ലാത്ത പടം എന്ന് പറയാം. ശരിക്കും ഇന്നലെ ഞാൻ ഈ പടം കണ്ടു തുടങ്ങിയാണ്. ബട്ട് പെട്ടെന്ന് തന്നെ നിർത്തി വെച്ചു. കാരണം അപ്പോഴേ എനിക്ക് ഫീൽ ചെയ്തു ഇത് ഹെവിയാണ്, വളരെ ഡിസ്റ്റർബിംഗ് ആണ് എന്നുള്ളത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുമാതിരി എന്താ പറയാ, തലവേദനയൊക്കെ വരുന്ന പോലത്തെ ഒരു പടം. മനുഷ്യരുടെ ഈ ഹോപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പ്രതീക്ഷ, അതൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരു കഥയാണ് പടത്തിനുള്ളത്. അതും ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ആണെന്നൊക്കെ അറിയുമ്പോഴാണ് നമുക്ക് സങ്കടം വരിക. ഈ കഥയ്ക്ക് ആധാരമായിട്ടുള്ള ഒറിജിനൽ ഇൻസിഡന്റിൽ പോലീസ് അറസ്റ്റ് ചെയ്ത 2 വ്യക്തികളെയും 2023 അതായത് കഴിഞ്ഞ വർഷം വെറുതെ വിട്ടിട്ടുണ്ട് കോടതി, തെളിവുകളുടെ അഭാവത്തിൽ. പക്ഷെ അത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിധിയായിരുന്നു എന്ന് തന്നെ പറയാം. നമ്മുടെ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയുടെ ഒക്കെ വലിയ പോരായ്മകളിലൊന്നാണ് ഇതൊക്കെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ 2017 നെറ്റ്ഫ്ലിക്സിൽ തന്നെ ദ കർമ്മ കില്ലിങ്സ് എന്ന പേരിൽ ഇതിന്റെ ഒരു ഡോക്യുമെന്ററി വേർഷനും റിലീസ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല. എന്തായാലും ഇതൊരു സിനിമ ആയപ്പോൾ അവർ കുറച്ചുകൂടി സിനിമാറ്റിക് ഫ്രീഡം ഒക്കെ എടുത്ത് കുറച്ച് ഫിക്ഷൻ ഒക്കെ ചേർത്ത് ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ സിനിമയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പടത്തിന്റെ ക്ലൈമാക്സ് ആക്ച്വലി അങ്ങനെയാണ് വേണ്ടത്, അതാവാൻ സംഭവിച്ചത്. പക്ഷെ നമുക്കൊരു തൃപ്തി കിട്ടില്ല. ആകെ മൊത്തം ടോട്ടലിൽ ഒരു മസ്റ്റ് വാച്ച് പടം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഒരു തവണയെ ഇത് കാണുകയുള്ളൂ. ഞാൻ പടം ഒറിജിനൽ ഹിന്ദി ലാംഗ്വേജിൽ തന്നെയാണ് കണ്ടത്. ഭാഷ അറിയാമെങ്കിൽ സബ്ടൈറ്റിൽ കൂടി വെച്ചിട്ട് കണ്ടാൽ ഒറിജിനൽ ഹിന്ദിയിൽ കാണുന്നതാണ് ബെറ്റർ. പടം തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളിലും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. മലയാളമില്ല കേട്ടോ. ഓൾസോ പടം 18+ ആണ്. കുട്ടികളെ കാണിക്കരുത്, ഫാമിലി ആയിട്ടും കാണാൻ കൊള്ളില്ല. നിങ്ങൾ തന്നെ മെന്റലി നന്നായിട്ട് തയ്യാറെടുത്ത് മാത്രം ഈ സിനിമ കാണുക. സോ ഈ പടം നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി എന്നാൽ.